ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ്. ഇപ്പം നമ്മൾ നമ്മുടെ വെട്ടിക്കോട് ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് എറണാകുളത്തൊന്ന് പോകണം, തിരിച്ചു വരണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഷാപ്പിലാണ്. നമ്മുടെ കായംകുളത്തോട്ട് പോകുമ്പം വെട്ടിക്കോട് അമ്പലത്തിന് അടുത്തുള്ള അവിടെ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വെട്ടിക്കോട് ഷാപ്പിലാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടെന്നൊക്കെ നോക്കാം കേട്ടോ. നാടൻ കോഴി വേണം. കാട ഫ്രൈ ഉണ്ടോ? അങ്ങനെ നമ്മുടെ വെട്ടിക്കോട്ട് ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും. ഫാമിലീസാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഇവിടെ എല്ലാത്തരം ഫുഡും ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഊണുണ്ട്, 11 മണി വരെ പഴങ്കഞ്ഞിയുണ്ട്. ഊണിനാണെന്നുണ്ടെങ്കിൽ അടിപൊളി അവിയൽ, പിന്നെ ഇന്ന് പാവയ്ക്ക കൊണ്ടാട്ടോ അങ്ങനെ എന്തോ സ്പെഷ്യൽ സലാഡ്. ഇതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് തലക്കറിയുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ലിവർ റോസ്റ്റ് ഉണ്ട്, അതുപോലെ ചിക്കൻ്റെ നാടൻ കോഴി ഫ്രൈ ഉണ്ട്, നാടൻ കോഴിയുടെ കറിയുണ്ട്, പിന്നെ നമ്മുടെ കപ്പയുണ്ട്, കണവയുണ്ട്, ഞണ്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഊണാണ് പറഞ്ഞത് ഉച്ചയ്ക്ക്. നമ്മൾ മിക്കവാറും നൈറ്റ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ നൈറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഊണ് കിട്ടത്തില്ല. ഊണ് എനിക്ക് തോന്നുന്നു 2 മണി 3 മണി വരെ ഉള്ളൂ പെട്ടെന്നാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ തീരുന്നത്. അപ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ പക്ഷേ ഞായറാഴ്ചയാണ് വന്നത്, തിരക്കായി വരുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഊണ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. വീഡിയോ ഉണ്ടായിരുന്നോ? വേറെ ഒന്നും വേണ്ടല്ലോ, ഇത്രയും പോലെ നമ്മൾ ഇത്രയും ഇതാണ് കേട്ടോ വരാലിൻ്റെ ഫ്രൈ. ഇതിൻ്റെ വലുതുണ്ട്. ഈ ചെറുതിന് 300-ഉം വലുതിന് 600 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതാണ് പറഞ്ഞത്. എല്ലാം നമ്മുടെ നാടൻ ഫുഡാണ്. മൊത്തത്തിൽ ഇന്ന് റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ എത്ര നമ്മൾ കഴിച്ചാലും 1500 കൂടുതൽ ബില്ലൊന്നും വരത്തില്ല. അപ്പോൾ അടിപൊളി ഒരു കടയാണ്. ഫാമിലീസിനെല്ലാം വരാൻ പറ്റിയ കടയാണ്. നമ്മുടെ വെട്ടിക്കോട് ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് വെട്ടിക്കോട്ട് ഷാപ്പ്. അപ്പോൾ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതിട്ട് ഇവിടെ കയറി നല്ല ഊണൊക്കെ കഴിച്ചിട്ട് പോവാട്ടോ. 3 അങ്ങനെ ഊണിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്ന് നാരങ്ങ വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. നല്ല അടിപൊളി ചൂടത്ത്. ഇപ്പോഴത്തെ ചൂടൊരു രക്ഷയില്ല. നാരങ്ങ വെള്ളം എത്ര കുടിച്ചാലും നമുക്ക് മതി വരത്തില്ല. അങ്ങനെ നമ്മൾ പോകുന്ന വഴി നല്ലൊരു സീനറിയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമ്മൾ പോകുന്ന സൈഡിൽ തന്നെ ഇതുപോലൊരു നൈസ് വ്യൂ കണ്ടപ്പോൾ എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഇല്ലടാ നമ്മൾ എവിടെ പോയാലും എന്ത് കാണാൻ പോയാലും താമസിച്ചേ പോവാറുള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയായി. ഇനി 6 മണിക്ക് ഇവിടെ വന്നിട്ട് എവിടെ പോകുന്നു ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ എന്നാ വിചാരിച്ച് മറൈൻ ഡ്രൈവിൽ പോകാമെന്ന്. മറൈൻ ഡ്രൈവിൽ ചെന്നപ്പോൾ ഉണ്ട് അവിടെ ഹൗസ് ഫുള്ള്, പാർക്കിങ്ങിനും സ്ഥലമില്ല, മൊത്തം ഫുള്ള്. റിപ്പബ്ലിക് ഡേയും കൂടെ ആയതുകൊണ്ട് അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ നേരെ ബോട്ട് ചട്ടിയിലോട്ട് പോകാം. അങ്ങനെ അവിടുന്ന് ജങ്കാറ് കയറിയാണ് പിന്നെ നമ്മൾ ബോട്ട് ചട്ടിയിലോട്ട് പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ ഭയങ്കര ഫിഷ് സ്റ്റാളാണ്. എറണാകുളത്ത് ഫുള്ളും ഇതേപോലെ ഫിഷ് സ്റ്റാളുകൾ. ഞാൻ പറയുകയും ചെയ്തു കുറച്ച് മീൻ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയാലോന്ന്. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുന്നിടം വരെ ഇരിക്കത്തില്ല, ചീത്തയായി പോകത്തില്ലേ. പിന്നെ നമ്മൾ ജങ്കാറ് കയറി നമ്മൾ അപ്പുറത്തിറങ്ങി. പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ പോയത്. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ ആദ്യം വന്നിട്ടുണ്ട്. പിന്നെ നൈറ്റ് വ്യൂ ഇവിടുത്തെ അടിപൊളിയാണ്, നല്ല രസമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് പാർക്കായാലും എല്ലാം ഉണ്ട്. നൈറ്റ് വ്യൂ അടിപൊളിയാണ്.
ഇത് കണ്ടോ ഈ ചെറുക്കൻ. മധുരം കുറവാണ്, പക്ഷെ കൊള്ളാം. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നടന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എന്തൊക്കെയോ പരിപാടികൾ, റിസോർട്ടിലാണെന്ന് തോന്നുന്നു പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, നമുക്ക് എവിടെ ചെന്നാലും ഫുഡ് മുഖ്യമാണല്ലോ. അങ്ങനെ മാഗിയും ചായയാണ് പറഞ്ഞാൽ, തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ഒന്നും വേണ്ടാന്നും പറഞ്ഞ് പിണങ്ങിയിരിക്കുക കേട്ടോ. അവന് കളിപ്പാട്ടം മാത്രം മതിയെന്ന് പറഞ്ഞിങ്ങനെ പിണങ്ങിയിരിക്കുക. ഇവിടെയൊക്കെ നമ്മുടെ ഈ കടലിനോട് ചേർന്ന് തന്നെ കുറേ വീടുകൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. റിസോർട്ടാണോ വീടുകളാണോ എന്ന് അറിയത്തില്ല, പക്ഷേ എന്തോ ആയാലും കാണാൻ നല്ല രസമാണ്. കാരണം ഈ നൈറ്റ് അവർക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ കടലിലോട്ട് നോക്കിയാലും നല്ല വ്യൂ ആണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നതിനേക്കാൾ കടൽ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒന്നും നമുക്കിങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ അകത്തോട്ട് ഇറങ്ങുന്നുണ്ട്, കാരണം വെള്ളം ഒരുപാട് അകത്തോട്ട് കയറി. പിന്നെ നമ്മളിങ്ങനെ ആ ഫുട്പാത്തിലൂടെ തന്നെ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ നടന്നുകൊണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. നൈറ്റ് വ്യൂ ഇവിടുത്തെ അടിപൊളിയാണ്, കാരണം നമുക്ക് നൈറ്റ് ഇങ്ങനെ കുറേ കടകളുണ്ട്. ഇങ്ങനെ നമുക്ക് കൈ മാറ്റാതോ 60. ഇത് കേട്ടോ, ഇത് കേട്ടോ. ചായ കുടിച്ചപ്പോൾ ഉഷാറായത്. ഞാനതാ വാങ്ങിപ്പോയി.
ഗോവയ്ക്ക് പോയി. ചിലപ്പോ അടുത്ത ആഴ്ച ആയിരിക്കും ചേട്ടാ. നീ 2-3 ദിവസം പറഞ്ഞിട്ടൊക്കെ പറഞ്ഞേ. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയിലൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം കടൽ കണ്ടു, കുറച്ചു നേരം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ലുലുവിലൊന്നും കയറാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അവിടെയും ചെന്നപ്പോഴത്തേന് ഏകദേശം ഒരു 10:30 ആയി കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ഇവിടെ ഒരു ബോക്സിങ്ങിൻ്റെ എന്തോ ഒരു മത്സരം നടക്കുമായിരുന്നു. നമ്മുടെ നാട്ടുകാരനായിരുന്നു കേട്ടോ ഇതിനകത്ത് വിൻ ചെയ്തത്. അത് നമുക്കൊരു അഭിമാനമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. The winner is Edwin Suran. Requesting Mr. Nabil and Rajat Seth to please come on stage. പിന്നെ ലുലുവിൽ പോകാൻ എനിക്ക് പേടിയുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സലേറ്ററിനകത്ത് കയറാൻ പേടിയാണ് കേട്ടോ. ഞാൻ സ്റ്റെപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ വണ്ണം കുറയ്ക്കാൻ വേണ്ടി സ്റ്റെപ്പിൽ നമുക്ക് നടന്നു പോകുന്നതാണ് നല്ലതെന്ന്. അതാണ് അവരെല്ലാം എന്നെ കളിയാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മേളിൽ ചെന്നിട്ട് നമ്മൾ ഈ താഴോട്ട് നോക്കി ബോക്സിങ് കാണുമായിരുന്നു. കടകളെല്ലാം അടച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പച്ചക്കറി കടയിലാണ് കയറിയത്. മോനെ എടാ അതാ ഇവിടെ നോക്കി നമുക്ക് ഊതാം. എല്ലാ കോയിനും ഉണ്ട്. വാ എല്ലാതായിട്ട് കോയിനും ഉണ്ട്. എന്താ ഹലോ, 1 മണി 2 മണിയായി കേട്ടോ. നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ചായ കുടിക്കാൻ